ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി 4 മണി പലഹാരം കേട്ടോ. നല്ല ടേസ്റ്റുള്ള 4 മണി പലഹാരം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു റോളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം, ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1.5 കയ്യിൽ മൈദ എടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട്, നോർമൽ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. സാധാരണ മൈദ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ രൂപത്തിൽ നമുക്കിത് നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം. കട്ടയില്ലാതെ വേണ്ടിയിട്ട് നമ്മളൊന്ന് കലക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമ്മളിതൊന്ന് കലക്കിയെടുത്തണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പണ്ടം തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഓയിലിന് പകരം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് കൊത്തി അരിഞ്ഞ 2 സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 1.5 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടി ചേർത്തത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. ഇനി അതും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ ഇളക്കി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ തീയിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ നല്ലോണം ഒന്ന് വയന്ന് വന്നിട്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമില്ല കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. ഈ 2 സാധനം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് രണ്ടും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളക് പോകുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് ചിക്കൻ ഇട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ, വളരെ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ. നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ 2 ചിക്കൻ എടുത്താൽ മതി, കഷ്ണം ചിക്കൻ എടുത്താൽ മതി. നമ്മൾ അന്നൊക്കെ പലഹാരം തയ്യാറാക്കുക. അതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഒന്ന് ഇളക്കി കൊടുത്ത് വാങ്ങാൻ തന്നെ നമുക്കതിലേക്ക് കുറച്ച് സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. തക്കാളി സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി ഇതൊന്ന് വാങ്ങി വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് തവ വെച്ചിങ്ങനെ ഇനി നമുക്ക് എണ്ണ ഇല്ലാതെ നമുക്ക് ദോശ ഇതുപോലെ നല്ല നൈസായിട്ടൊന്ന് പരത്തി ഒന്ന് ചുട്ടെടുക്കണം. മറിച്ചിടൊന്നും വേണ്ട. ആ മൈദൻ്റെ പച്ചപ്പൊന്ന് പോണതിന് ശേഷം നമുക്കൊന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല എണ്ണ പറ്റുന്ന ചട്ടിയാണെങ്കിൽ ചെറുതായിട്ട് എണ്ണ പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുക. ഇതേപോലെ തന്നെ ഒന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് വറ്റി വന്നിക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുക്കുകയാണ്. നമുക്ക് മറിച്ചിടൊന്നും വേണ്ട. മറിച്ചിടാതെ തന്നെ നമുക്ക് ഇതൊന്ന് എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തുകയാണ്. ഇനി നമുക്ക് ഓരോരോ ദോശ ഇതുപോലെ തന്നെ ഓരോരോ പാത്രത്തിലേക്ക് വെക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്തിട്ടില്ലേ. ഇനി ഇപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ചേർത്ത് ആ മസാല ഒന്നുകൂടി ഇളക്കി മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോരോ ദോശ ഓരോരോ പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇതേപോലെ തന്നെ 2 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പുറം ഇപ്പുറം ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒരു റോള് രൂപത്തിൽ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ റോൾ രൂപത്തിലാക്കിയെടുക്കുക. അവസാനമാകുമ്പോൾ അതിന് മുകൾക്കൊരു മൈദ കലക്കിയത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ നമ്മൾ അടിപൊളി റോൾ റെഡിയാണ്. അപ്പോൾ ബാക്കിയുള്ള ആ സൈഡോ എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടിക്കണമെങ്കിൽ അതൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്ന് കോഴിമുട്ടയിൽ മുക്കുക. എന്നിട്ട് റസ്ക് പൊടിയിലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കോഴിമുട്ട സാധാരണ ഒന്നും ഇടാത്ത 2 കോഴിമുട്ട ഇതേപോലെ പൊട്ടിച്ച് വെച്ചാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയെടുത്താൽ നമ്മൾ റോൾ ഇതേപോലെ ചുറ്റിച്ചെടുത്തിക്കണേ. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് പൊരിക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കണം. ചൂടാറാത്ത എണ്ണനെ കുറച്ചൊക്കെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചാൽ നമ്മൾ റോൾ ഇതേപോലെ നെരിഞ്ഞ് കിട്ടില്ല. റിസ്ക് പൊടിയൊക്കെ ആകെ എണ്ണയിലാവും. പിന്നെ പെട്ടെന്ന് അടുത്തതൊക്കെ ഇടുമ്പോൾ കരിഞ്ഞ് പോകും കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ ആയിട്ടില്ലെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ ഇതേപോലെ ആക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഗോൾഡൻ നിറാകുമ്പോൾ ഒന്ന് പൊരിച്ച് കോരും കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ നിറം അയക്കണം. ഇനി നമുക്കിതൊന്ന് പൊരിച്ച് കോരുകയാണ്. ഇപ്പം നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഓരോന്ന് പൊരിച്ച് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് പൊരിച്ച് കോരിക്കുക. നല്ല ടേസ്റ്റുള്ള റോളാണിത്. നല്ലൊരു ടേസ്റ്റ് വെറൈറ്റി ആയിട്ട് റോൾ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.